ചെയ്തുപോയി. ഇതാണ് ഈ സംഭവത്തെക്കുറിച്ച് ബൈബിൾ പണ്ഡിതർ പോലും പറയുന്ന ന്യായീകരണം. എന്നാൽ യഥാർത്ഥത്തിൽ വാള് എന്നത് ഒരു പ്രതീകം മാത്രമാണ് എന്ന് കരുതിക്കൂടെ? ബൈബിളിൽ ഇത്തരം നൂറുകണക്കിന് പ്രതീകങ്ങളുണ്ട്, യേശുവിന്റെ പ്രബോധനങ്ങളിൽ പ്രത്യേകിച്ചും. വാൾ എന്നത് വാക്കിന്റെ പ്രതീകമാണ്. വാളെടുത്ത് ഉറയിലിടൂ എന്ന് പറഞ്ഞാൽ നാവിനെ അടക്കൂ എന്നാവാം അർത്ഥം. പത്രോസ് ആ സേവകനോട് കടുത്ത ഭാഷയിൽ പ്രതികരിച്ചിട്ടുണ്ടാവാം. അയാളെ പുലഭ്യം പറയുകയോ ശകാരിക്കുകയോ അയാളോട് പരിധിവിട്ട് കോപിക്കുകയോ കയർത്തു സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് സേവകന്റെ ചെവി മുറിക്കപ്പെട്ടു എന്ന് ബൈബിൾ പറയുന്നത്. വാളുകൊണ്ട് വെട്ടിയപ്പോൾ മറ്റൊരിടത്തും പരിക്ക് ഉണ്ടായില്ല എന്നതും ഓർക്കണം. ചെവിയാണ് മുറിഞ്ഞത്. ശാപവാക്കുകളോ ശകാരങ്ങളോ കൊണ്ട് എവിടെയാണ് മുറിവേൽക്കുക? അതു ശ്രവിക്കുന്ന കാതുകളിൽ തന്നെ. മനുഷ്യനെ ആത്മീയമായി തോൽപ്പിക്കുന്ന ഇന്ദ്രിയങ്ങളിലൊന്നാണ് ചെവി എന്നതും ഓർക്കേണ്ടതാണ്. വചനം രക്ഷിക്കാനുള്ളതും ശിക്ഷിക്കാനുള്ളതുമാണ്. ശത്രുവായും മിത്രമായും മനസ്സ് വരുന്നതുപോലെ വാക്ക് രക്ഷയ്ക്കായും ശിക്ഷയ്ക്കായും വരുന്നു. കോപത്തെ അടക്കുക, പ്രതികാരചിന്ത അകറ്റുക, സംസാരം നിയന്ത്രിക്കുക തുടങ്ങിയവ ആത്മീയ പോരാട്ടത്തിലെ ആദ്യ ഘട്ടങ്ങളാണ്. ക്ഷമ എന്ന ദിവ്യായുധം സ്വന്തമാക്കുകയാണ് രണ്ടാം ഘട്ടം. നിശബ്ദത എന്ന വരം സ്വീകരിക്കുകയാണ് മൂന്നാം ഘട്ടം. ആത്മീയ ജീവിതത്തിൽ ഈ 3 ഘട്ടങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. നാക്കിനെ നിയന്ത്രിക്കുന്നവർ വാക്കിനെയാണ് നിയന്ത്രിക്കുന്നത്. യേശുവിന്റെ മറ്റൊരു വചനം ഇത് കൂടുതൽ വ്യക്തമാക്കിത്തരും. മനുഷ്യൻ അനാവശ്യമായി പറയുന്ന ഓരോ വാക്കിനും വിധി ദിവസത്തിൽ കണക്കു പറയേണ്ടിവരും. നിശബ്ദരായി ഇരിക്കുക, വ്യർത്ഥമായി ഒന്നും പറയാതിരിക്കുക. ഇതാണ് യേശു ഇവിടെ പഠിപ്പിക്കുന്ന പ്രധാന പാഠം. എങ്ങനെയാണ് നമ്മൾ സംസാരിക്കേണ്ടതെന്നും യേശു പറഞ്ഞുതരുന്നുണ്ട്. നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ. ഇതിന് അപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്നു വരുന്നതാണ്. മനസ്സിൽ തോന്നുന്നത് അതേപടി പുറത്തേക്ക് വിടാതെ അതിനെ നിയന്ത്രിക്കേണ്ടതിനെപ്പറ്റിയാണ് യേശു ഇവിടെ പറയുന്നത്. നാക്ക് എന്ന ഇന്ദ്രിയത്തിനുമേൽ നമുക്ക് നിയന്ത്രണമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ നിശബ്ദരായി ഇരിക്കാൻ ശ്രമിക്കണം. വീണ്ടുവിചാരമില്ലാതെ ഒരു വാക്കുപോലും പറയരുത്. ഒരിക്കൽ തൊടുത്ത അസ്ത്രവും പറഞ്ഞുപോയ വാക്കും ഒരുപോലെയാണ് എന്ന് കേട്ടിട്ടില്ലേ? വാക്കാകുന്ന ആയുധം കൊണ്ട് നാം ആരെയെങ്കിലും ആക്രമിച്ചാൽ അത് അതേപടി തിരികെ എത്തി നമ്മെത്തന്നെ നശിപ്പിക്കും. യഥാർത്ഥ ആത്മീയ മനുഷ്യന്റെ ആയുധം രക്തം ചൊരിയാനുള്ളതല്ല, സുഖപ്പെടുത്താനുള്ളതാണ്.